അങ്ങനെ അഭിയാണ് പാമ്പിനെ കൊണ്ടുവന്നതെന്ന കാര്യം ആർക്കും തന്നെ അറിയില്ലായിരുന്നു. എല്ലാവരെയും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് പാമ്പ് വീടിനുള്ളിലേക്ക് ഇഴഞ്ഞു നടന്നു. ഒടുവിൽ ജലജ തന്നെയാണ് പാമ്പിനെ കണ്ടത്. എടാ ദേ ഇവിടെയുണ്ട്, മൂർഖൻ ദേ ഇവിടെയുണ്ട്, ഇപ്പൊ കൊത്തുമടാ എന്നെ എന്നൊക്കെ പറഞ്ഞ് ജലജ നിലവിളിക്കാൻ തുടങ്ങും. എല്ലാവരും ഓടിക്കൂടി. മുത്തശ്ശൻ ഉടനെ തന്നെ ആരെങ്കിലും പാമ്പാട്ടി ഒന്ന് വിളിച്ച് പാമ്പിനെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. അഭി ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. അതെ, എനിക്കൊരു പരിചയമുള്ള പാമ്പാട്ടിയുണ്ട്, അയാളെ ഞാൻ വിളിക്കാം, അയാളുടെ നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അയാൾ വന്നിട്ട് ഇതിനെ പിടിച്ചോണ്ട് പോയിക്കോളും എന്നൊക്കെ പറയാട്ടോ. അഭി എടാ പെട്ടെന്ന് ചെയ്യടാ, ഇല്ലെങ്കിൽ എന്നെ ഇത് കൊത്തിക്കൊല്ലുമെടാ എന്നൊക്കെ പറഞ്ഞ് ജലജ ബഹളമാക്കാൻ തുടങ്ങും. അപ്പോഴാണ് നന്ദുവിന് സംശയം തോന്നിയത്. അതെങ്ങനെയാ അബിയുടെ കയ്യിൽ ഇപ്പോൾ പാമ്പാട്ടിയുടെ നമ്പറൊക്കെ വന്നത്? ഇതിനു മുൻപ് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് വിളിച്ചതാണോ എന്ന് ചോദിക്കാട്ടോ നന്ദു. അന്നേരം അബി പറയുന്നുണ്ട്, അല്ല എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എനിക്ക് ആ നമ്പർ കിട്ടിയത്, ഞാൻ അയാളെ വിളിച്ചിട്ട് ഇപ്പം തന്നെ എടുപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അബി ഒഴിഞ്ഞു മാറാൻ നോക്കി. വേണ്ട, അത് വേണ്ട, ഞാൻ തന്നെ ആളെ വിളിപ്പിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നന്ദു ഇടപെടും. നന്ദുവിൻ്റെ നിർദ്ദേശപ്രകാരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരാൾ അങ്ങോട്ടേക്ക് പാമ്പിനെ പിടിക്കാനെത്തി. പാമ്പിനെ പിടിച്ചു പരിശോധിച്ചതിന് ശേഷം അയാൾ മുത്തശ്ശനോട് പറഞ്ഞു, ഇതൊരു കരിമൂർഖൻ തന്നെയാണ്, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ ഇതിങ്ങോട്ടേക്ക് വെറുതെ കയറി വന്നതൊന്നുമല്ല, ഇത് ഇഴഞ്ഞു നടന്നിട്ടൊന്നുമല്ല അകത്തേക്ക് വന്നിരിക്കുന്നത്, ഇതിനെ ആരോ വളർത്തുന്നതാണ്, ഏതോ ഒരു പാമ്പാറ്റിയുടെ കയ്യിലുണ്ടായിരുന്ന പാമ്പാണിത്, ഇതിൻ്റെ കഴുത്തിലൊക്കെ ഒരു ചുവന്ന കുറി തൊട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇത് വളർത്തുന്ന പാമ്പ് തന്നെയാണെന്ന് ഉറപ്പാണ്. എന്ത് വളർത്തുന്ന പാമ്പോ? പാമ്പാട്ടിയുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് കയറി വരണമെങ്കിൽ ഇവിടെ പാമ്പാട്ടികളൊന്നും വന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണിത് സംഭവിക്കുന്നത്? മുത്തശ്ശൻ അതിശയത്തോടെ ചോദിച്ചു. നന്ദു തൻ്റെ പോലീസ് ബുദ്ധി ഉപയോഗിച്ചു. മുത്തശ്ശ, ഞാനൊരു കാര്യം പറഞ്ഞാൽ മുത്തശ്ശൻ വേറൊന്നും തോന്നരുത്, ഇവിടെ ആരോ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നതാണിത്, നയനേച്ചി നടത്താൻ പോകുന്ന പൂജയും കാര്യങ്ങളും ഒക്കെ തടയിടാൻ വേണ്ടിയിട്ട് ആരോ പാമ്പിനെ മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്, ചിലപ്പോൾ ആരെങ്കിലും കൊത്തിക്കൊല്ലാൻ വേണ്ടിയിട്ട് കൂടിയായിരിക്കും എന്നൊക്കെ പറയട്ടെ നന്ദു. അതെങ്ങനെയാ നന്ദുമോളെ അങ്ങനെ നടക്കുന്നത്? പാമ്പിനെയൊക്കെ കൊത്തിച്ചുകൊണ്ട് ആരെങ്കിലും കൊല്ലാൻ പറ്റുമോ? നമ്മൾ പറയുന്നത് പോലെ പാമ്പ് അനുസരിക്കുമോ? മുത്തശ്ശിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ശരിയാ ഇവൾ പറഞ്ഞത്, സത്യമായിട്ടും ആരോ ഈ പാമ്പിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വിട്ടിട്ട് പോയതായിരിക്കും, ഇവളുടെ ചേച്ചിയെ കൊത്തിക്കൊല്ലാൻ പറഞ്ഞു, അപ്പോൾ പിന്നെ അതുപോലെ അങ്ങ് പോയി ചെയ്യും. ശരിയാ, ഇവൾ പറഞ്ഞതാ സത്യം, ആരോ ഈ പാമ്പിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ അങ്ങ് വിട്ടിട്ട് പോയി ഇവളുടെ ചേച്ചിയെ കുത്തിക്കൊല്ലാൻ വേണ്ടിയിട്ട്, അപ്പോൾ പിന്നെ അത് പറയുന്നത് പോലെ അങ്ങ് ചെയ്യും, പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കല്ലേ, റോബോട്ടല്ലേ ഈ പാമ്പ്. ജലജയും നവ്യയും നന്ദുവിനെ കളിയാക്കിക്കൊണ്ട് സംസാരിച്ചു. നവ്യ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നന്ദു വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങോട്ടേക്ക് വരാൻ പോകരുത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിപ്പോൾ അഭിയയും അവൻ്റെ അമ്മയും കൂടി ചെയ്തതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വരുത്തി തീർക്കണമായിരിക്കും, നയനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതായിരിക്കുമെന്ന് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിലും ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും അബിയുടെ തലയിലാണല്ലോ. അന്നേരം നന്ദു പറഞ്ഞത്, അതെ നവ്യേച്ചി, ഇതിൻ്റെ പേരിൽ നിങ്ങളാരും ചൂടാവൊന്നും വേണ്ട, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, അതിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആളുകൾ പയറ്റുന്നുണ്ട്, ഞങ്ങളെപ്പോലെ പോലീസുകാർ പല കേസുകളിലും ഇതുപോലെ കേൾക്കുന്നതാണ്, പാമ്പിനെയൊക്കെ കൊണ്ടുവന്ന് റൂമിലേക്ക് ഇട്ടിട്ട് ഭാര്യയെ കുത്തിക്കൊല്ലുക, എന്നിട്ട് അതൊരു സ്വാഭാവിക മരണമാക്കി മാറ്റുക, അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ട്, അതുപോലെ എന്തെങ്കിലും ഇവിടെ ചെയ്തതാവാനും മതി, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ പൂജ നടക്കുന്ന ഈ ദിവസം തന്നെ ഈ കരിമൂർഖൻ എങ്ങനെ ഈ വീട്ടിലേക്ക് അകത്തേക്ക് കയറി വന്നത്? നന്ദു ഉറച്ച ശബ്ദത്തിൽ തന്നെ ചോദിച്ചു. അതോടെ എല്ലാവരും സ്തംഭിച്ചു നിന്നുപോയി. മുത്തശ്ശൻ പറഞ്ഞു, നന്ദുമോളെ എന്തെങ്കിലും സാധ്യത കാണും, അനന്തപുരിക്കാർക്ക് ശത്രുക്കൾ കുറവൊന്നുമില്ലല്ലോ, അതെ അങ്ങനെ എന്തെങ്കിലും കാര്യം ഈ വീട്ടിലുള്ള ആരെങ്കിലുമാ ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ അറിഞ്ഞാൽ ഞാൻ അവരെ വെച്ചേക്കുകയില്ല, നയനെ അപായപ്പെടുത്താൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവരെ ഞാൻ തീർക്കും, ആദർശ് പറയുന്നുണ്ട്. ആദർശിൻ്റെ വാക്ക് കേട്ട് ജലജക്കും അഭിക്കും ആകെ അങ്കലാപ്പായി. സംശയം എങ്ങാനും തങ്ങളിലേക്ക് വരുമോ എന്ന ഭയം അവരെ അരട്ടി. റൂമിൽ പോയ ജലജ അഭിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എടാ എടാ ദേ ആ നന്ദു, അവൾ ആ പോലീസ് ബുദ്ധിയിൽ ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത് നീയും കേട്ടതല്ലേ, ഇവിടെ ഈ മൂർഖനെ ഇങ്ങോട്ടേക്ക് മനഃപൂർവ്വം കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാണെന്നൊക്കെ അവൾ വിളിച്ചു പറഞ്ഞില്ലേ, നീ ഈ പണിക്ക് പോയത് എന്തിനാണ്? ഇതിപ്പോൾ എല്ലാവർക്കും നമ്മൾ തന്നെയായിരിക്കും സംശയം, പോരാത്തതിന് നിന്റെ കയ്യിൽ ആ പാമ്പാട്ടിയുടെ നമ്പർ ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അഭി പറഞ്ഞത് ശരിയാണ്, ഇനിയിപ്പോൾ സംശയം വന്നാൽ അത് എൻ്റെ മേലെ വരും, അയാൾ വളർത്തുന്ന പാമ്പാണെന്ന് മറ്റുള്ളവർ ഒറ്റയടിക്ക് കണ്ടപ്പോഴേ പറഞ്ഞില്ലേ, ഈ വളർത്തുന്ന പാമ്പിനെ ഞാനാ കൊണ്ടുവന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല, ആ പാമ്പാട്ടിയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, അതെടുത്തിട്ട് അയാളെ വിളിച്ചു ചോദിച്ച സകല സത്യങ്ങളും തെളിയും, പിന്നെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അഭി ഭയന്നുകൊണ്ട് പറഞ്ഞു. അതേസമയം നന്ദു അഭിക്കടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, ആ പാമ്പാട്ടിയുടെ നമ്പർ ഒന്ന് തരുമോ? അഭിയേട്ടൻ്റെ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞത്? അന്നേരം അഭി പറഞ്ഞിട്ട്, ആ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ അത് നഷ്ടമായി എന്ന് കള്ളം പറയും.
എങ്കിലും നന്ദു ആ പാമ്പാട്ടിയെ പിടികൂടി അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ സമ്മതിച്ചു. അയ്യോ മാഡം, ഞാൻ പാമ്പിനൊന്നും കൊടുത്തതൊന്നുമല്ല. എൻ്റെ പാമ്പുകളെയൊന്നും ഞാൻ മറ്റാർക്കും കൊടുക്കാറുമില്ല. അല്ലെങ്കിലും ഇത് വെറും ചക്കയും മാങ്ങയൊന്നുമല്ലല്ലോ, പാമ്പല്ലേ, അതും ഒരു കരിമൂർക്കൻ. ഇതെങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനൊന്നും പറ്റുന്ന കാര്യമല്ലല്ലോ. അതൊക്കെ പോട്ടെ, അതൊക്കെ എനിക്കറിയാം. നിനക്ക് പണം കിട്ടിയാൽ നീ എന്തു ചെയ്യുമെന്ന് നിന്നെ അറിയാവുന്നവർ പലവരും എന്നോട് പറഞ്ഞു. നീയും അബിയും പല സ്ഥലത്ത് വെച്ച് കണ്ടതിനെ പറ്റിയിട്ടും സംസാരിച്ചതിനെ പറ്റിയിട്ടും കോൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം നിന്റെ അടുത്തേക്ക് വന്നത്. അനന്തപുരിയിൽ ആ പാമ്പ് എത്തിയത് എങ്ങനെയെന്ന് എനിക്കറിയണം. അവിടെ ആരെ അപായപ്പെടുത്താനാണ് അബി ആ പാമ്പിനെ കൊണ്ടുവന്നതെന്നും അറിയണം. അത്രേ അറിഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് അറിയാമെന്നൊക്കെ പറയട്ടെ നന്ദു. അയ്യോ മാഡം, അങ്ങനെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞോ? അതെങ്ങനെ അറിഞ്ഞു? അബി സർ പറഞ്ഞല്ലോ, ഇവിടുത്തെ CCTV ക്യാമറകളെല്ലാം തന്നെ അങ്ങേര് കേടാക്കി വെച്ചിരിക്കുകയാണെന്ന്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ പാമ്പിനെ കൊണ്ട് അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് നിങ്ങൾ എല്ലാ വിവരങ്ങളും അറിഞ്ഞോ? ഇത് ഇങ്ങനെ ആവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ 10,000 രൂപയ്ക്ക് ഇതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. പാമ്പാട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നന്ദു അയാളെ കുത്തിനെ പിടിച്ച് ഒരടി അങ്ങ് കൊടുത്തു. എന്താടാ, അപ്പോൾ നീ ഒരു 10,000 രൂപ വാങ്ങിച്ചിട്ടാണോ ഈ കരിമൂർക്കനെ അബിക്ക് വിറ്റത്? അത് ഒരാളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുകൊണ്ട് എന്തെല്ലാം അപകടമുണ്ടാവുമെന്ന് നീ വിചാരിച്ചിരുന്നോ? ആരെങ്കിലും ആ പാമ്പ് ഇവിടെ നിന്ന് കടിച്ചിരുന്നെങ്കിലോ? എൻ്റെ ചേച്ചി നയനേച്ചിയെ കടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അതിനെ കൊണ്ടുവന്നത്, നിനക്കറിയാമോ? അയ്യോ സോറി മാഡം, എനിക്കെന്തോ ആവശ്യത്തിനാണെന്നേ പറഞ്ഞുള്ളൂ. ഇങ്ങനൊരു കാര്യമെന്നും അബിസർ എന്നോട് പറഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ വിടണമെന്നൊക്കെ പറഞ്ഞ് പാമ്പാട്ടി യാചിച്ചു. സത്യം പറയടാ, എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ നീ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ ഈ സർപ്പത്തിനെ അങ്ങോട്ടേക്ക് കൊടുത്തുവിട്ടത്? നിനക്കിതുപോലുള്ള പണിയാണല്ലേ? അയ്യോ മാഡം, ഞാൻ ഇതുവരെ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ട് പോലുമില്ല. എന്നോടാരും ഇതൊന്നും ആവശ്യപ്പെട്ട് വന്നിട്ടുമില്ല. ഇതിപ്പോൾ അബിസർ വന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ട് മാത്രമാണ്. കൂടുതൽ പണം തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുത്തതാണ്. 10,000 രൂപ എനിക്ക് തന്നു. അതുകൊണ്ട് ഞാനും സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ കാര്യം കഴിഞ്ഞു കടന്നാൽ ചോദിക്കുന്ന പണം എന്തും തരാമെന്നും അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഇതിപ്പോൾ ഞാൻ അഴിയെണ്ണേണ്ടി വരുമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അയാൾ ഭയങ്കര സങ്കടപ്പെട്ട് കരയും. മതി മതി, ഇത്രയും മതി, നീ കയറിക്കോ ജീപ്പിലേക്ക്. എന്തായാലും ലോക്കപ്പിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് നന്ദു അയാളെ അറസ്റ്റ് ചെയ്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. നയനയെ വിളിച്ച് നന്ദു കാര്യം പറഞ്ഞു. നയനേച്ചി, ആ മൂർഖനെ അവിടെ കൊണ്ടുവന്നതും അബി തന്നെയാണ്, വേറെ ആരുമല്ല. അതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു. ഇതുപോലൊരു ദുഷ്ടപിശാചായി പോയല്ലോ അവനും അവൻ്റെ അമ്മയൊക്കെ. ഇങ്ങനെ ഒരാളെ കൊല്ലാൻ വേണ്ടി മടിയില്ലാത്തവൻ. അവൻ അനഘയെ ഈ അവസ്ഥയിലാക്കി കിടത്തിയിരിക്കുന്നത് അവൻ്റെ ക്രൂരതകൾ കൊണ്ട് മാത്രമാണ്. ജ്വല്ലറിയിൽ കള്ളത്തരം കാണിച്ച് തട്ടിപ്പ് നടത്തിയതും ഇവൻ തന്നെയാണ്. നിങ്ങളുടെ കുടുംബം നശിപ്പിക്കാൻ നിൽക്കുന്ന കുടുംബത്തിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു വിഷവിത്താണ് അവൻ. അവനെ ഞാൻ എന്തായാലും അടുത്ത ദിവസം തന്നെ അറസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ നവ്യേച്ചിയുടെ മനസ്സും ഒന്നും ഞാൻ ചിന്തിക്കുന്നേയില്ല. നയന വീണ്ടും നന്മമരമായി മാത്രം പറഞ്ഞു. അയ്യോ മോളെ, നീ അങ്ങനെയൊന്നും അറസ്റ്റ് ചെയ്യാൻ വന്നാൽ നവ്യേച്ചിക്ക് വിഷമാവില്ലേ? അവൻ എന്തെങ്കിലും എടുത്തു ചാടി ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിലും നമ്മളിപ്പോൾ ചെന്ന് പറഞ്ഞാൽ അവൾ അതൊന്നും ഒരിക്കലും വിശ്വസിക്കാനും പോകുന്നില്ല. ഞാനും നീയും എല്ലാവരും കൂടി അവളെ ചതിച്ചു എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അന്നേരം നന്ദു പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അനഘ എന്ന് പറയുന്ന ആ പെൺകുട്ടി അനുഭവിക്കുന്ന വേദനകളൊന്നും തന്നെ അവൾക്കൊരു വിലയുമില്ലല്ലോ. അതുപോലെ നയനേച്ചിയെ കൊല്ലാൻ വേണ്ടി പാമ്പിനെ കൊണ്ടുവിട്ടതൊന്നും നല്ല കാര്യമാണോ? ഇനി അയാളെ ഞാൻ ഏതായാലും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അനന്തപുരിയിൽ കയറി വന്ന് തന്നെ ആ കാബാലികനെ ഞാൻ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമെന്ന് നന്ദു ദൃഢനിശ്ചയമെടുത്തു. നന്ദുവും പോലീസുകാരും അനന്തപുരി വീട്ടിലേക്ക് എത്തി. അകത്ത് കയറിയ നന്ദു ഉടനെ തന്നെ ചോദിച്ചു, അബി എവിടെ? മുത്തശ്ശനും ജലജയും നവ്യയും എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. നന്ദു ചെല്ലുന്ന വഴിക്ക് തന്നെ അബിയുടെ കുത്തിനെ പിടിച്ച് അവനെങ്ങ് വലിച്ചഴിച്ച് കൊണ്ടുവന്നു. എന്താ നന്ദു ഇത്? എന്താ ഈ കാണിക്കുന്നത്? എന്തിനാ ഇപ്പോൾ നീ അബിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? നവ്യ ഓടി വന്ന് ചോദിച്ചു. ഇവനെ അറസ്റ്റ് ചെയ്യണം. ഇവൻ ചെയ്ത കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നറിയാമോ? ഇവനെ അറസ്റ്റ് ചെയ്യാൻ കാരണമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിനി ഒന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി വരണ്ട. ജലജ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം? എന്താ എൻ്റെ മോൻ ചെയ്ത തെറ്റ്? അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാവരും കൂടി ചേർന്ന് എല്ലാ കുറ്റങ്ങളും എൻ്റെ മോൻ്റെ തലയിലെടുത്തിടുവാണ്. അബി ഇവിടെ നിന്നും കൊണ്ടുപോകരുത് നന്ദു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജലജയും കരയാൻ തുടങ്ങും. അന്നേരം നന്ദുവിന് ദേഷ്യം വന്നുകൊണ്ട് തന്നെ അബിയെ വലിച്ചഴിച്ച് കൊണ്ടുവന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, കേറടാ ജീപ്പിലേക്ക്. നീ ചെയ്ത ചെറ്റത്തരങ്ങളും നീ ചെയ്ത തെറ്റെല്ലാം തന്നെ നിനക്കറിയാമല്ലോ. ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നീ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. എത്ര വലിയ തെറ്റുകളാണ് നീ ചെയ്തതെന്നറിയാമോ? ഇനിയും ഇവൻ ഇങ്ങനെ ഇവിടെ വിലസി നടന്നാൽ പിന്നെ അതൊക്കെ മറ്റുള്ളവരുടെ ജീവൻ ആപത്താണ്. അതുകൊണ്ട് ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകും. ആരൊക്കെ ഇനി ഇവിടെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, ഞാൻ ഇവനെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമെന്ന് നന്ദു തീർത്തും പറയാണ്.
നവ്യ പറയുന്നുണ്ട്, വെറുതെ നന്ദു നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത്. ആദർശേട്ടൻ ഇവിടെ തെറ്റുകളുടെ കൂമ്പാരം ചെയ്തു കൂട്ടിയിട്ട് പോലും ഇവിടെ വെറുതെ നിൽക്കുന്നത് കണ്ടില്ലേ? എൻ്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാൻ എന്നോടുള്ള ദേഷ്യം കൊണ്ടാണെങ്കിൽ അത് വേണ്ട നന്ദു. അല്ല, നീ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രം അഭി എന്താണ് തെറ്റ് ചെയ്തത് എന്നൊക്കെ ചോദിക്കാട്ടെ നവ്യ. അന്നേരം നന്ദു ദേഷ്യപ്പെടുകയാണ്. തെറ്റെന്താണെന്നൊന്നും നന്ദു പറഞ്ഞില്ല. അതുപോലെ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട്, വെറുതെ ഒരിക്കലും അവനെ ഞാൻ അറസ്റ്റ് ചെയ്യില്ല എന്ന് മാത്രം പറഞ്ഞ് അഭിയെ വലിച്ചഴിച്ച് ജീപ്പിലേക്ക് കയറ്റി അവിടെ നിന്നങ്ങ് കൊണ്ടുപോവാണ് നന്ദു. അതിൻ്റെ സത്യാവസ്ഥ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ബാക്കി എല്ലാവർക്കും മനസ്സിലായെങ്കിലും ജലജയും നവ്യക്കും കാര്യങ്ങളൊന്നും തന്നെ പിടികിട്ടിയില്ല. അവർ രണ്ടുപേരും വല്ലാത്ത രീതിയിൽ അങ്ങ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. നവ്യ നേരെ നയനയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, നീയും കൂടി ഒത്തുകൊണ്ടല്ലേടി ഇതൊക്കെ ചെയ്യുന്നത്? നിന്റെ ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അഭയെ നീ അറസ്റ്റ് ചെയ്യിപ്പിച്ചു അല്ലേ? അവൻ എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത്? എന്താ നിങ്ങളോടൊക്കെ അവൻ ചെയ്ത തെറ്റ്? എവിടെ നിന്നോ ഒരു പാമ്പ് ഇങ്ങോട്ടേക്ക് കയറി വന്നതിന് അവനെ നിങ്ങളെല്ലാവരും കൂടി കുറ്റക്കാരനാക്കുകയാണോ? എന്നിട്ടും നന്ദുവിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ആദർശേട്ടനും അതുപോലെ തന്നെ നയനേജിയുമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് എന്നോടുള്ള ദേഷ്യം തീർക്കാനായിരിക്കുമല്ലേ? ജലജ മുത്തശ്ശനോട് ചെന്ന് പറയുന്നുണ്ട്, അച്ഛാ ഇതെല്ലാം കണ്ടിട്ട് അച്ഛൻ മാത്രം എന്താ ഒരു അക്ഷരം പോലും മിണ്ടാതെ നിൽക്കുന്നത്? അഭി എൻ്റെ മോനായതുകൊണ്ടല്ലേ അച്ഛൻ ഒന്നും പറയാതിരുന്നത്? ഇതിപ്പോൾ അനിയോ ആദർശമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതെങ്കിൽ അച്ഛൻ ഇതിന് സമ്മതിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കാട്ടോ ജലജ. മുത്തശ്ശൻ ദേഷ്യത്തോടെ തന്നെ പറയുന്നത്, ജലജെ ആദർശനെയോ അനിയെയോ കൊണ്ടുപോയാൽ അതിലൊരിക്കലും എനിക്ക് ന്യായം കാണാൻ കഴിയും. പക്ഷേ ദേ നിൻ്റെ മോൻ അഭിയുണ്ടല്ലോ, അവൻ്റെ കാര്യത്തിൽ ഞാൻ എന്ത് ന്യായമാണ് പറയേണ്ടത്? എന്തു പറഞ്ഞ് ഞാൻ അവനെ രക്ഷിക്കേണ്ടത്? അവൻ ചെയ്തു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കും കുറേയൊക്കെ അറിയാം. അതൊന്നും ഇപ്പം ഞാൻ ഇവിടെ വിളമ്പുന്നില്ലെന്നേ ഉള്ളൂ. വിളമ്പാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ അഭി ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ഇപ്പം നന്ദു അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. ആ നന്ദു ചെയ്തത് മുഖം നോക്കാതെയുള്ള നടപടി തന്നെയാണ്. അതേതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയട്ടെ മുത്തശ്ശൻ. അന്നേരം നവ്യ കരഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ അഭയെ നമുക്ക് എങ്ങനെയെങ്കിലും ജാമ്യത്തിലിറക്കേണ്ടേ? എങ്ങനെയെങ്കിലും അവനെ ജാമ്യത്തിലിറക്കണം മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ കരയാൻ തുടങ്ങും. അവനെ ജാമ്യത്തിലിറക്കാനും ഞാൻ ഒരിക്കലും വരില്ല നവ്യെ. ആദർശം വരില്ല, ഈ വീട്ടിൽ നിന്നും ആരും വരില്ല. ഇനി നിന്റെ ഭർത്താവിനെ ജാമ്യത്തിലിറക്കണമെങ്കിൽ നീ തന്നെ ചെല്ല്, മുത്തശ്ശൻ നവ്യയോട് തീർത്തും പറഞ്ഞു. നവ്യക്ക് ദേഷ്യം വരികയാണ്. കൊള്ളാം, ഇവിടെ എല്ലാവരും അഭയെ ഒറ്റപ്പെടുത്തുകയാണല്ലേ? എൻ്റെ ഭർത്താവിനെ അങ്ങനെ വെറുതെ ഒറ്റപ്പെടുത്താനൊന്നും എനിക്ക് പറ്റില്ലല്ലോ. അഭയെ ജാമ്യത്തിലിറക്കാൻ ഞാൻ തന്നെ പോവും. ഞാൻ തന്നെ ചെന്ന് അഭയെ ജാമ്യത്തിലിറക്കും. നന്ദുവിനോട് 2 വർത്താനം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അഭിയെ ലോക്കപ്പിലിട്ട് നന്ദു നന്നായിട്ട് എന്നെ പെരുമാറുന്നുണ്ട്. അഭിക്ക് ദേഷ്യം വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാടി നീ എന്നെ ഇങ്ങോട്ടേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന് നിനക്കറിയില്ലേ? നയനേച്ചിയെ കൊല്ലാൻ വേണ്ടി നീ ആ പാമ്പിനെ കൊണ്ടുവന്നു. പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലാൻ ശ്രമിച്ചു, അത് നടന്നില്ല. പക്ഷേ നീ ചെയ്തത് വേറൊരു വലിയ തെറ്റുണ്ട്. അതെന്താണെന്ന് നിനക്കറിയില്ലേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ഒന്നും അറിയാത്തതുപോലെ ചോദിക്കാട്ടോ അഭി. അന്നേരം നന്ദു പറഞ്ഞിട്ട്, ജ്വല്ലറി വലിയൊരു കള്ളത്തരം കാണിച്ചത് നീ തന്നെയല്ലേ? ലക്ഷങ്ങളുടെ കള്ളത്തരവും വെട്ടിപ്പും ജ്വല്ലറിയുടെ പേരിൽ നിന്ന് നാണക്കേടുണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂർത്തീസ് ജ്വല്ലറി വഴി കള്ള സ്വർണം കടത്തിയതല്ലേ നീ? അന്നേരം അഭി പറഞ്ഞിട്ട്, അതിനാണോ നീ ഇപ്പോൾ എന്നെ വലിച്ചഴിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? മൂർത്തീസ് ജ്വല്ലറിക്ക് ലാഭമേ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളൂ. അത് ഞങ്ങളുടെ ജ്വല്ലറിയാണ്, അതിന് നിനക്കെന്താ? ഓഹോ, മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആദർശേട്ടനാണ്. അതുപോലെ നിങ്ങളുടെ മുത്തശ്ശൻ മൂർത്തി സർ തന്ന പരാതിയുടെ പേരിലാണ് അന്വേഷണം നടത്തിയതും നിന്നെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ അതൊന്നുമല്ല എന്നെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. നീ ആ അനഘയോട് ചെയ്ത തെറ്റെന്താണെന്ന് നിനക്കറിയില്ലേ? അത് കേട്ടതോടുകൂടി തന്നെ അഭി ആകെ ഞെട്ടിപ്പോയി. അനഘയുമായിട്ട് എനിക്കെന്താ ബന്ധം? ആദർശേട്ടൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചോളൂ അല്ലേ അനഘ? അവളോട് ഞാൻ എന്ത് തെറ്റ് ചെയ്യാനാണ്? അവളോട് തെറ്റ് ചെയ്തിരിക്കുന്നത് മുഴുവൻ ആദർശല്ലേ എന്നൊക്കെ പറഞ്ഞ് ആദർശിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാട്ടോ അഭി. നന്ദു ഒരൊറ്റെണ്ണങ്ങ് വെച്ചു കൊടുത്തുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, ആദർശേട്ടനോ? എടാ കള്ളത്തരം വീണ്ടും വീണ്ടും പറയുന്നോടാ, പെരും കള്ള. എൻ്റെ ചേച്ചിയെ നവ്യേച്ചി നീ പറ്റിച്ച് ജീവിക്കല്ലേ? പാവം നവ്യേച്ചി, അവളോട് കള്ളത്തരങ്ങൾ പറഞ്ഞ് അവളുടെ കൂടെ നീ ജീവിക്കല്ലേ? നീ അവളെ ഇപ്പോഴും ചതിച്ചുകൊണ്ടിരിക്കല്ലേ? നിനക്ക് അനഘയിലുണ്ടായിരിക്കുന്ന കുഞ്ഞിലെ ചന്തുമോള് എന്നൊക്കെ ചോദിക്കും. അന്നേരം അഭി ഒന്നും അറിയാത്തതുപോലെ, എൻ്റെ കുഞ്ഞോ? ചന്തുമോളോ? എനിക്കങ്ങനെ ഒരു കുഞ്ഞില്ല എന്നൊക്കെ പറയും. അത് ആദർശേട്ടൻ്റെ കുഞ്ഞാണ്. വെറുതെ അതും കൂടി ഇനി എൻ്റെ തലയിൽ പിടിച്ചിട്ടുണ്ടാന്നൊക്കെ പറയാട്ടോ അഭി. ഓ, അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഒത്തുകൊണ്ട് തന്നെ എന്നെ കൊടുക്കാൻ നോക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടൻ്റെ കുഞ്ഞൊന്നല്ല, അബിയുടെ കുഞ്ഞാണ് ചന്തുമോൾ എന്ന വിവരം അനന്തപുരിയിലെ എല്ലാവർക്കും അറിയാം. നിന്റെ അമ്മക്കും ഭാര്യയ്ക്കും ഒഴികെ എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. അതിൻ്റേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള തെളിവെല്ലാം തന്നെ ആദർശേട്ടനും നയനേച്ചിയും എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്.
അഭി പറഞ്ഞിട്ട് ഓ അപ്പോൾ ആദർശേട്ടനും നയനേച്ചിയും കൂടി തെളിവെല്ലാം തന്നെ കാണിച്ചു തന്നതുകൊണ്ട് ചന്തുമോളുടെ അച്ഛൻ ഞാനായതുകൊണ്ട് എന്നെ ഇവിടെ അങ്ങ് പിടിച്ചിട്ടിരിക്കുവാണല്ലേ. ഇനിയിപ്പോൾ ചന്തുമോളുടെ അച്ഛൻ ഞാനാണെങ്കിൽ തന്നെ ഇതുപോലെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ലോക്കപ്പിൽ തല്ലാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അഭി ചോദിച്ചു. നന്ദു വീണ്ടും ഒരൊറ്റടി അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. തെറ്റൊന്നും ചെയ്തിട്ടില്ലേ? ആ അനഘ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് നിങ്ങളല്ലേ? അനഘയെയും ആ കുഞ്ഞിനെയും നിഷ്കരണം ഉപേക്ഷിച്ചത് പോരാതെ അന്ന് ആ മുത്തശ്ശനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോയ അനഘയെ കൊല്ലാൻ ശ്രമിച്ചത് കോമ സ്റ്റേജിലേക്ക് ആക്കിയതെല്ലാം നിങ്ങളല്ലേ? അതുപോലെ ഇപ്പോഴും അനഘ ജീവൻ തുടിച്ചു വന്നെങ്കിലോ, എണീറ്റുവെങ്കിലോ, സംസാരിച്ചുവെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ട് അനഘയെ കൊല്ലാൻ വേണ്ടി ചെന്ന് അവളെ ഇപ്പോഴും ഐസിയിലാക്കിയിരിക്കുന്നത് നിങ്ങളല്ലേ? ഒരു പെൺകുട്ടിയെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടതും പോരാ, അവളെ നിരന്തരം കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് തെറ്റല്ലേ? കൊലപാതക കുറ്റമല്ലേ? ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. കള്ളത്തരം പറയുന്ന നാട്ടിലൂടെ പെൺകുട്ടികളെ വഞ്ചിച്ച് ജീവിക്കുന്ന വഞ്ചക. നന്ദു ഇങ്ങനെ നിർത്താതെ അഭിയിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് ആ സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നന്ദു അഭിയെ എടുത്തിട്ട് പെരുമാറുന്നത് കണ്ടുകൊണ്ട് തന്നെ നവ്യക്ക് ഭയങ്കര ദേഷ്യം വരൂ. നവ്യ ചോദിക്കുന്നുണ്ട്, നന്ദു എന്താ ഇത്? എന്തിനാ നീ ഇപ്പോൾ അഭിനെ എങ്ങനെ ഇട്ട് തല്ലുന്നത്? നിനക്ക് നാണമില്ലേ അവനെ ഇങ്ങനെ തല്ലാൻ? അവൻ ചെയ്ത തെറ്റെന്താണ്? ഇങ്ങനെ തല്ലി അവശനാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അഭി എന്ത് തെറ്റാ ചെയ്തതെന്നൊക്കെ ചോദിക്കാട്ടെ നവ്യ. അന്നേരം നന്ദു പറഞ്ഞിട്ട് ആഹാ നവ്യേച്ചി വന്നോ, ഏതായാലും നന്നായി, ഇവന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നതായിരിക്കുമല്ലേ? നന്ദു പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്തിനാ ഇങ്ങനെ എൻ്റെ അഭിയെ ഉപദ്രവിക്കുന്നത്? അഭിയെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. വേറെ ആരും വന്നില്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ ജാമ്യത്തിലിറക്കാൻ എനിക്കറിയാം. അതിനു വേണ്ടി വന്നത് തന്നെയാണ് ഞാൻ എന്നൊക്കെ പറയട്ടെ നവ്യ. അന്നേരം നന്ദു പറഞ്ഞിട്ട് ഒരിക്കലുമില്ല നവ്യേച്ചി, ഇവനെ ജാമ്യത്തിൽ വിടാഞ്ഞേതായാലും ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം ഇവൻ ഒരിക്കലും ജാമ്യം കിട്ടില്ല. ഇവൻ അതുപോലുള്ള വകുപ്പുകളാണ് ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നവ്യേച്ചി വിചാരിച്ചാൽ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും ജാമ്യത്തിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. നവ്യ പറഞ്ഞിട്ട് ഓഹോ, അപ്പോൾ എല്ലാവരും കൂടി കരുതി കൂട്ടിയിട്ടാണല്ലേ ചെയ്തിരിക്കുന്നത്? അപ്പോൾ പിന്നെ നീയല്ല, ഇതിൻ്റെ മുകളിലുള്ള ആൾക്കാരെയൊക്കെ എനിക്കറിയാം. എങ്ങനെയായാലും എൻ്റെ അഭിയെ ഞാൻ ജാമ്യത്തിലിറക്കിയിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദുവിനെ വിളിച്ചുകൊണ്ട് നവ്യ നേരെ അഭിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അഭിയെ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ നവ്യ പറഞ്ഞിട്ട് അഭി നീ വിഷമിക്കേണ്ട, ഇവരെല്ലാവരും കൂടി കരുതി കൂട്ടിയിട്ട് നിന്നെ ട്രാപ്പിലാക്കാണ്. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട. എങ്ങനെയെങ്കിലും നിന്നെ അടുത്ത ദിവസം തന്നെ ഞാൻ ജാമ്യത്തിലിറക്കും. വേറെ ആരും അനന്തപുരിയിൽ നിന്നും നിനക്ക് വേണ്ടി ജാമ്യത്തിന് ശ്രമിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ അതിനായിട്ട് ശ്രമിക്കുമെന്ന് പറഞ്ഞ് നവ്യ നന്ദുവിനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവാണ്. വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം നവ്യയെ കണ്ടപ്പോൾ ജലജ പരിഹസിച്ചു. എന്താണ് നീ പോയിട്ട് ജാമ്യം കിട്ടിയില്ല അല്ലേ? നിന്റെ അനിയത്തി സമ്മതിച്ചില്ല അല്ലേ? നിന്റെ അനിയത്തിമാർ രണ്ടുപേരും കൂടിയിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. എൻ്റെ മോനെ പിടിച്ച് അകത്തിട്ടിട്ട് അവൾക്ക് നിന്നോടുള്ള വാശി തീർക്കുകയാണ്. ജലജയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ നവ്യക്കും ശരിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. പിറ്റേ ദിവസം തന്നെ നവ്യ നന്ദാവനത്തിലേക്ക് ചെന്നു. അവിടെ നയനയും നന്ദുവും കനകയും ഗോവിന്ദനും എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് അവൾ അലറി വിളിച്ചു, എൻ്റെ ഭർത്താവിനെ കുരുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തതല്ലേ? നിന്നെ പോലുള്ള അനിയത്തിമാർ ഉണ്ടാവുന്നത് തന്നെ വല്ലാത്തൊരു ശാപാണ്. എനിക്കെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഏറ്റവും വലിയ ശാപാണ് നിങ്ങളെപ്പോലുള്ള രണ്ട് അനിയത്തിമാർ. ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു അനിയത്തിമാരെ കൊടുക്കല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ നവ്യ അവർ രണ്ടുപേരെയും ശപിക്കാൻ തുടങ്ങും. ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നവ്യ അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്. അനന്തപുരിയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ നവ്യയും ജലജയും തുള്ളി നിൽക്കുകയായിരുന്നു. മുത്തശ്ശനും ആദർശവും ഒന്നും ജാമ്യം എടുക്കാൻ പോയിട്ടില്ലല്ലോ. അച്ഛൻ്റെ കൊച്ചുമക്കളിൽ ഒരുത്തൻ തന്നെയല്ലേ അഭി? അതോ അവൻ്റെ അമ്മ ഇനി ഇവിടുത്തെ സ്വന്തം മകളല്ലാത്തത് കൊണ്ടാണോ ഈ വേർതിരിവ് കാണിക്കുന്നത്? ആദർശനോ എനിക്കോ ഇങ്ങനൊരവസ്ഥ വരുമായിരുന്നെങ്കിൽ അച്ഛൻ എപ്പോഴേ അവരെ ജാമ്യത്തിലെടുത്തേനേലോ എന്നൊക്കെ ചോദിക്കാട്ടെ ജലജ. നവ്യയും പറഞ്ഞിട്ട് ശരിയാണ്, എല്ലാവരും കൂടി ചേർന്നിട്ട് എൻ്റെ അഭിയെ ഒറ്റപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ എൻ്റെ അനിയത്തിമാർ തന്നെ എൻ്റെ ശത്രുക്കളായി. അവർക്ക് എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കണം. ഞാനും അഭിയും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടിട്ട് അവർക്കൊന്നും സഹിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്തത്. എൻ്റെ അനിയത്തി നന്ദു തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നാലും മുത്തശ്ശനും അഭിയെ ഇറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഞാൻ വിചാരിച്ചു. ജലജ പറഞ്ഞിട്ട് അതെങ്ങനെ ചെയ്യാനാ? എല്ലാം ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നത് ഈ ആദർശ്. അവൻ്റെ തെറ്റുകൾ മുഴുവൻ എൻ്റെ മോൻ്റെ തലയിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അനഘയെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് അവനെ കൊണ്ടുപോയിരിക്കുന്നത്. എന്തിനാണ് അവൻ അനഘയെ ഉപദ്രവിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ അവന്? ഇവൻ്റെ കുഞ്ഞല്ലേ അനഘ പ്രസവിച്ചത്. പിന്നെ ആദർശ് ചെയ്തു കൂട്ടിയിട്ട് ഇപ്പോൾ അത് എൻ്റെ മോൻ്റെ തലയിൽ ഇവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നു. അതിനൊക്കെ അച്ഛനും അമ്മയും എല്ലാവരും അവന് കൂട്ടുനിൽക്കും. ജലജ വീണ്ടും ആദർശിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടിട്ട് മുത്തശ്ശൻ്റെ നിയന്ത്രണം വിട്ടുപോയി. അദ്ദേഹം കസേരയിൽ നിന്നും പെട്ടെന്നങ്ങ് ചാടി എഴുന്നേറ്റ് നേരെ ജലജയുടെ കർണത്തടിച്ചു. ജലജയെ, ഇനി നീ ഒരക്ഷരം മിണ്ടരുത്. നിന്റെ പിഴച്ച മകനെ ന്യായീകരിക്കാൻ നീ നിൽക്കരുത്. നിന്റെ ഈ ന്യായീകരണവും സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് അവൻ ഇത്രത്തോളം പിഴച്ചു പോയത്.
ആദ്യം മുതൽ അഭി തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് അത് നിർത്തേണ്ടത് നിന്റെ കടമയായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരും കുറ്റപ്പെടുത്തുമ്പോൾ നീ അവനെ ന്യായീകരിക്കുകയും നീ അവനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ദേ ഇതുവരെ ഒരു ക്രിമിനലാക്കിയില്ലേ? നിന്റെ മോൻ ഒരു ക്രിമിനലല്ലേ? ആ ക്രിമിനലിനെ ജാമ്യത്തിലെടുക്കാനൊന്നും എന്നെ കിട്ടില്ല ജലജ. മുത്തശ്ശൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശൻ്റെ അപ്രതീക്ഷിതമായ പ്രവൃത്തികൾ ജലജയും നവ്യയും അന്തം വിട്ടു നിന്നു. അവർ ഇത്രയും കാലം മൂടിവെച്ചിരുന്ന എല്ലാവരുടെയും മുൻപിൽ വെച്ച് തുറന്നു കാട്ടപ്പെട്ട ഒരു നിമിഷം തന്നെയായിരുന്നു അത്. ഒരു ക്രിമിനലിന് ജാമ്യം ലഭിക്കില്ലെന്ന് മനസ്സിലാക്കിയ നവ്യയുടെ ലോകം ആകെ തകർന്നു പോയിരുന്നു. തെറ്റുകളെല്ലാം അഭി ചെയ്തിരിക്കുന്നുവെന്നും അതെല്ലാം ആദർശേട്ടൻ്റെ മേലിലേക്ക് ചാർത്തിരുന്നുവെന്നും കൃത്യമായ തെളിവോടുകൂടി തന്നെയാണ് നന്ദു അഭയെ അറസ്റ്റ് ചെയ്തു പോയിരിക്കുന്നത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ നവ്യ മനസ്സിലാക്കുകയാണ്. സത്യമെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ആകെ ചങ്ക് പൊട്ടി സങ്കടപ്പെട്ട് കരയുന്ന നവ്യയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.